2025 BSc നഴ്സിംഗ് കേരളത്തിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളുടെ പ്രധാനപ്പെട്ട 2 രജിസ്ട്രേഷനുകൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണിത്. LBS CPAS രജിസ്ട്രേഷനുകളാണിത്. LBSന്റെ രജിസ്ട്രേഷന്റെ അവസാന ഡേറ്റ് ജൂൺ 17 വരെ നീട്ടിയിരിക്കുന്നു. CPASന്റെ ജൂൺ 20 ആണ്. തുടർന്ന് മാനേജ്മെന്റ് തലത്തിൽ സീറ്റുകൾ നൽകുന്ന പ്രധാനപ്പെട്ട 2 അസോസിയേഷൻ രജിസ്ട്രേഷനുകളാണ് PNC മാർക്ക്, അതുപോലെ തന്നെ AMNFCK. ഇവരുടെ രജിസ്ട്രേഷനുകൾ ഏറ്റവും പെട്ടെന്ന് തന്നെ ആരംഭിക്കുന്നതാണ്. എന്നാൽ ഈ തരത്തിലുള്ള അസോസിയേഷനുകളൊക്കെയും വിദ്യാർത്ഥികൾക്ക് മെറിറ്റ് അടിസ്ഥാനത്തിൽ അവരുടെ മാർക്കിന്റെ അടിസ്ഥാനത്തിലാണ് അഡ്മിഷൻ നൽകുന്നത്, അലോട്ട്മെന്റ് പ്രോസസ്സ് നടത്തുന്നത്. അപ്പോൾ എങ്ങനെയായിരിക്കും ഈ ഇൻഡെക്സ് മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? വിവിധ അസോസിയേഷനുകൾ വിവിധ തരത്തിലാണ് ഇൻഡെക്സ് മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഈ ഇൻഡെക്സ് മാർക്കിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങളുടെ അഡ്മിഷൻ സാധ്യത എത്രത്തോളം ഉണ്ടെന്ന് ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാനാവും. നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കില്ല എന്ന് ഉറപ്പായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് BSc നഴ്സിംഗ് തന്നെ തുടർന്ന് പഠിക്കണം എന്നുണ്ടെങ്കിൽ മറ്റു പോംവഴികൾ എന്തൊക്കെയാണെന്ന് വീഡിയോയിൽ വ്യക്തമായി പറഞ്ഞു തരുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കില്ല എന്ന് ഉറപ്പായി കഴിഞ്ഞാൽ വെറുതെ രജിസ്ട്രേഷൻ ചെയ്തെന്നും കരുതി ഈ അലോട്ട്മെന്റ് വരുന്നവരെ കാത്തിരുന്ന് സമയം കളയേണ്ടതില്ല. ഏറ്റവും പെട്ടെന്ന് മറ്റു പോംവഴികളിലേക്ക് നിങ്ങൾ മാറി ചിന്തിക്കേണ്ടതാണ്. ഓക്കെ, അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കണ്ടോളൂ. ഓരോന്നായി ഓരോ അസോസിയേഷനുകളും ഏത് തരത്തിലാണ് ഇൻഡെക്സ് മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്നുള്ളതും അതുപോലെ തന്നെ മുൻ വർഷങ്ങളിൽ അവർ അഡ്മിഷൻ നൽകിയത് ഏത് ഇൻഡെക്സ് മാർക്ക് വരെയാണ് ഏകദേശം എന്നുള്ളതും വീഡിയോയിൽ വ്യക്തമായി പറയുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ അഡ്മിഷൻ സാധ്യത പരിപൂർണമായി നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കാനാവും. ആദ്യമായി LBS എങ്ങനെയാണ് ഇൻഡെക്സ് മാർക്ക് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. LBS ഇതിനായി +2 വിദ്യാർത്ഥി ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി വിഷയങ്ങളിൽ ആകെ നേടിയ മാർക്കിനെ 300ലേക്ക് കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇത്തരത്തിലാണ് LBS ഇൻഡെക്സ് മാർക്ക് തയ്യാറാക്കുന്നത്. അതുകൊണ്ട് തന്നെ CBSE ICSE വിദ്യാർത്ഥികളുടെ ടോട്ടൽ ഈ വിഷയങ്ങളുടെ മാർക്ക് 300ൽ തന്നെയാണ് വരുന്നത്. അതുകൊണ്ട് ഇവരുടെ ഈ വിഷയങ്ങളുടെ ആകെ മാർക്ക് കണ്ടെത്തി കഴിഞ്ഞാൽ അവരുടെ ഇൻഡെക്സ് മാർക്കായി. എന്നാൽ സ്റ്റേറ്റ് സിലബസിൽ +2 ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിക്ക് 360ലാണ് മാർക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് ഈ മാർക്കിനെ 300ലേക്ക് കൺവേർട്ട് ചെയ്തിട്ടാണ് ഇൻഡെക്സ് മാർക്ക് തയ്യാറാക്കേണ്ടത്. അതിനായി ഈ വിഷയങ്ങളുടെ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി വിഷയങ്ങളിൽ +2 വിദ്യാർത്ഥി നേടിയ ആകെ മാർക്കിനെ 360 കൊണ്ട് ഹരിച്ച് 300 കൊണ്ട് ഗുണിക്കേണ്ടതുണ്ട്. ഇത്തരത്തിലാണ് സ്റ്റേറ്റ് സിലബസിൽ LBS ഇൻഡെക്സ് മാർക്ക് തയ്യാറാക്കുന്നത്. ഇനി ഈ വിദ്യാർത്ഥികളുടെ അഡ്മിഷൻ സാധ്യത എങ്ങനെയുണ്ടെന്ന് നോക്കാം. ആദ്യമേ പറയാം, ഗവൺമെന്റ് കോളേജുകളിൽ ഈ വിദ്യാർത്ഥികൾക്ക് LBS നൽകുന്ന അഡ്മിഷൻ എന്ന് പറയുന്നത് ഇൻഡെക്സ് മാർക്ക് 297 മുകളിൽ മാത്രമേ ഗവൺമെന്റ് കോളേജുകളിൽ മുൻവർഷങ്ങളിലൊക്കെയും അഡ്മിഷൻ ലഭിച്ചിട്ടുള്ളൂ. അല്ലാത്ത ഒരു വിദ്യാർത്ഥിയും LBSൽ ഗവൺമെന്റ് കോളേജുകളിൽ അഡ്മിഷൻ പ്രതീക്ഷിക്കാതിരിക്കുകയായിരിക്കും നല്ലത്. SC ST OEC ഫിഷർമാൻ വിദ്യാർത്ഥികൾക്ക് ഒരു എക്സംഷൻ ഉണ്ട്. അവർക്ക് റിസർവേഷൻ ഉള്ളത് കൊണ്ട് കുറച്ചുകൂടെ താഴെ ഇൻഡെക്സ് മാർക്ക് ലഭിച്ചു കഴിഞ്ഞാലും അഡ്മിഷൻ ലഭിക്കും. ബാക്കിയുള്ള ഒരു വിദ്യാർത്ഥിയും ഗവൺമെന്റ് കോളേജിൽ അഡ്മിഷൻ ആഗ്രഹിക്കേണ്ട. 297 താഴെ അഡ്മിഷൻ വളരെ വളരെ വിരളമായി മാത്രമേ കിട്ടുകയുള്ളൂ. ഇനി ഇവരുടെ മാനേജ്മെന്റ് കോളേജുകളിലെ മെറിറ്റ് സീറ്റിലെ അഡ്മിഷൻ സാധ്യതയാണ് നമ്മൾ പറയാൻ പോകുന്നത്. 275 ഇൻഡെക്സ് മാർക്കിന് ലഭിക്കാൻ സാധ്യതയില്ല. ശരിക്കും പറയുകയാണെങ്കിൽ ഒരു 285 മുകളിൽ മാത്രമേ ഉള്ളൂ മാനേജ്മെന്റ് കോളേജുകളിലെ മെറിറ്റ് സീറ്റിൽ LBS അഡ്മിഷൻ സാധ്യതയുള്ളൂ. ഇനി നമുക്ക് കുറച്ചുകൂടി ഇത്തവണ റിസൾട്ട് കുറച്ച് കട്ടിയായിരുന്നല്ലോ, അതുകൊണ്ട് നമുക്ക് പരമാവധി ഒരു 275 കണക്കാക്കാം. അതിന്റെ താഴെയുള്ള ഇൻഡെക്സ് മാർക്കിൽ ഒരു വിദ്യാർത്ഥിക്കും LBSൽ മാനേജ്മെന്റ് കോളേജുകളിലെ മെറിറ്റ് സീറ്റിൽ പോലും അഡ്മിഷൻ യാതൊരുവിധ സാധ്യതയുമില്ല. കേരളത്തിൽ സീറ്റുകളുടെ എണ്ണം കുറവായതുകൊണ്ടാണ്, അല്ലാതെ നിങ്ങളുടെ ആരുടെയും മാർക്ക് മോശമായിട്ടല്ല. നിങ്ങളെല്ലാവരും നന്നായി പഠിച്ച് നല്ല വിദ്യാർത്ഥികളാണ്, നല്ല കഴിവുള്ളവരാണ്. പക്ഷേ നമുക്ക് സീറ്റുകൾ വളരെ കുറവുള്ളൂ. അതുകൊണ്ട് LBSൽ നിങ്ങൾ ഈ തരത്തിൽ ഇൻഡെക്സ് മാർക്ക് ലഭിച്ചു കഴിഞ്ഞാൽ മാത്രമേ അഡ്മിഷൻ ലഭിക്കുകയുള്ളൂ എന്നുള്ള കാര്യം ഇപ്പോൾ തന്നെ മനസ്സിലാക്കിക്കോളൂ. ആ കാര്യം മനസ്സിലാക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. അതുകൊണ്ട് നിങ്ങൾ ഇനി മറ്റുള്ള അസോസിയേഷനുകളിലെ അഡ്മിഷൻ സാധ്യത നമുക്ക് പരിശോധിക്കാം. ഇനി CPAS എങ്ങനെയാണ് ഇൻഡെക്സ് മാർക്ക് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് പരിശോധിക്കാം. CPAS ഇതിനായി നിങ്ങളുടെ +1 ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ഇംഗ്ലീഷ് വിഷയങ്ങളുടെയും +2 ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ഇംഗ്ലീഷ് വിഷയങ്ങളുടെയും ആകെ മാർക്കാണ് ഇൻഡെക്സ് മാർക്കായി കൺവേർട്ട് ചെയ്ത് റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നത്. അതായത് CPASന്റെ ഇൻഡെക്സ് മാർക്ക് പ്രിപ്പറേഷന് +1 +2 വർഷങ്ങളിലെ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി കൂടാതെ ഇംഗ്ലീഷ് വിഷയങ്ങളുടെ ആകെ മാർക്ക് പരിഗണിക്കുന്നുണ്ട്. ഇത്തരത്തിൽ 800ലാണ് CPAS ഇൻഡെക്സ് മാർക്ക് തയ്യാറാക്കുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക, CBSE ICSE വിദ്യാർത്ഥികൾക്ക് +2 മാത്രമേ പബ്ലിക് എക്സാം ഉള്ളൂ. അതുകൊണ്ട് +2ന്റെ മാർക്കിനെ ഡബിൾ ആക്കിയിട്ടാണ് അവരുടെ ഇൻഡെക്സ് മാർക്ക് പ്രിപ്പയർ ചെയ്യുന്നത്. ഇത്തരത്തിൽ മിനിമം 720 ഇൻഡെക്സ് മാർക്ക് ലഭിക്കാത്ത വിദ്യാർത്ഥികൾ CPAS
പാസിൽ തീരെ അഡ്മിഷൻ പ്രതീക്ഷിക്കേണ്ട. 735 മുകളിലേ ഉള്ളൂ അഡ്മിഷൻ സാധ്യതയുള്ളൂ. ഇനി അഥവാ അഡ്മിഷൻ ലഭിക്കുകയാണെങ്കിൽ പരമാവധി 720 വരെയൊക്കെ ഉള്ളൂ കുറയാൻ സാധ്യതയുള്ളൂ. അതിന്റെ താഴത്തേക്ക് അഡ്മിഷൻ തീരെ പ്രതീക്ഷിക്കേണ്ട. അതുകൊണ്ട് 720 കൂടുതൽ ഇത്തരത്തിൽ ഇൻഡെക്സ് മാർക്ക് കണക്കാക്കി 720 കൂടുതലല്ല, 720 കുറവുള്ള വിദ്യാർത്ഥികൾ സി പാസിന്റെ അലോട്ട്മെന്റ് പ്രോസസ്സ് വരെ കാത്തിരിക്കേണ്ട. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് തുടർന്ന് പഠിക്കുവാനുള്ള മറ്റു സാധ്യതകൾ തേടുന്നതായിരിക്കും നല്ലത്. അടുത്തതായി മാനേജ്മെന്റ് അസോസിയേഷനുകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട അസോസിയേഷനായ PNC MAC എങ്ങനെ ഇൻഡെക്സ് മാർക്ക് തയ്യാറാക്കുന്നു എന്ന് നമുക്ക് പരിശോധിക്കാം. ഇതിനായി PNC MAC +2 ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി സബ്ജക്റ്റുകൾക്ക് പുറമെ ഇംഗ്ലീഷിന്റെ മാർക്ക് കൂടി പരിഗണിക്കാറുണ്ട്. ഇത്തരത്തിൽ സ്റ്റേറ്റ് സിലബസിൽ 460 ഈ വിഷയങ്ങളുടെ ആകെ അല്ലെങ്കിൽ പരമാവധി മാർക്ക്. ഇത്തരത്തിൽ 460 ഒരു വിദ്യാർത്ഥി നേടിയ ആകെ മാർക്കാണ് PNC മാർക്ക് ഇൻഡെക്സ് മാർക്കായി സ്റ്റേറ്റ് സിലബസിൽ കണക്കാക്കുന്നത്. എന്നാൽ CBSE ICSE സിലബസ് വിദ്യാർത്ഥികൾക്ക് ഈ 4 സബ്ജക്റ്റുകൾക്കും കൂടി 400-ലായിരിക്കും മാർക്ക് ലഭിക്കുന്നുണ്ടാവുക. ഇത്തരത്തിൽ 400 ലഭിച്ച അവരുടെ ആകെ മാർക്കിന്റെ കൂടെ അവരുടെ മാർക്കിന്റെ 10% കൂടി കൂട്ടിയിട്ടാണ് CBSE ICSE വിദ്യാർത്ഥികളുടെ ഇൻഡെക്സ് മാർക്ക് PNC MAC തയ്യാറാക്കുന്നത്. ഇത്തരത്തിൽ ഇൻഡെക്സ് മാർക്ക് മിനിമം 400 ലഭിക്കാത്ത വിദ്യാർത്ഥികൾക്ക് PNC MACൽ അഡ്മിഷൻ സാധ്യതയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. 420 മുകളിൽ ലഭിച്ചു കഴിഞ്ഞാലേ ഉള്ളൂ ഒരു കുറച്ചെങ്കിലും സേഫ് സോൺ എന്ന് പറയാൻ പറ്റൂ. അതും ഉറപ്പിക്കാനാവില്ല. 400-ൽ താഴെയുള്ള വിദ്യാർത്ഥികൾ ഒരു കാരണവശാലും PNC MACന്റെ അഡ്മിഷൻ പ്രതീക്ഷിച്ച് വെയിറ്റ് ചെയ്യരുത്. അവർ മറ്റു പോം വഴികൾ തേടുന്നതായിരിക്കും നല്ലത്. അടുത്തതായി AMNFCക്ക് അഥവാ ക്രിസ്ത്യൻ മാനേജ്മെന്റ് അസോസിയേഷൻ ഏതു പ്രകാരം ഇൻഡെക്സ് മാർക്ക് തയ്യാറാക്കുന്നു എന്ന് നമുക്ക് പരിശോധിക്കാം. അവിടെയുള്ള അഡ്മിഷൻ സാധ്യതയും പരിശോധിക്കാം. ആദ്യമായി മനസ്സിലാക്കുക, ഇവിടെ ഓപ്പൺ സീറ്റുകൾ വളരെ പരിമിതമാണ്. മിക്കവാറും നല്ലൊരു ശതമാനം സീറ്റുകളും ഇവിടെ ക്രിസ്തീയ വിദ്യാർത്ഥികൾക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുകയാണ്. ബാക്കി വരുന്ന ഏതാനും കുറച്ച് സീറ്റുകളിലേക്ക് മാത്രമേ ഓപ്പൺ മാനേജ്മെന്റ് മെറിറ്റ് അവർ നൽകാറുള്ളൂ. അവിടെ ഇൻഡെക്സ് മാർക്ക് തയ്യാറാക്കുന്നതിന് വേണ്ടി നിങ്ങളുടെ +2 ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ഇംഗ്ലീഷ് വിഷയങ്ങളുടെ ആകെ മാർക്കിനെ 400-ലേക്ക് കൺവേർട്ട് ചെയ്തിട്ടാണ് ഇവർ ഇൻഡെക്സ് മാർക്ക് തയ്യാറാക്കുന്നത്. ഇത്തരത്തിൽ സ്റ്റേറ്റ് സിലബസിലെ ഇൻഡെക്സ് മാർക്ക് തയ്യാറാക്കുന്നതിന് ഈ വിഷയങ്ങൾക്ക് നിങ്ങൾ ആകെ നേടിയ മാർക്കിനെ പരമാവധി മാർക്കായ 460 കൊണ്ട് ഹരിച്ച് 400 കൊണ്ട് ഗുണിച്ച് കഴിഞ്ഞാൽ ലഭിക്കുന്ന മാർക്കാണ് ഇവിടെ ഇൻഡെക്സ് മാർക്കായി കണക്കാക്കുന്നത്. എന്നാൽ CBSE ICSE വിദ്യാർത്ഥികൾക്ക് ഈ വിഷയങ്ങൾക്ക് +2 ലഭിച്ച ആകെ മാർക്കാണ് അവരുടെ ഇൻഡെക്സ് മാർക്ക്. ഇത്തരത്തിൽ 400-ൽ മിനിമം 340 ഇൻഡെക്സ് മാർക്ക് ലഭിക്കാത്ത വിദ്യാർത്ഥികൾ ഇവിടെ അഡ്മിഷൻ പ്രതീക്ഷിക്കേണ്ട. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇവിടെ ഈ ക്രിസ്തീയ വിഭാഗത്തിൽപ്പെടാത്ത മറ്റു വിദ്യാർത്ഥികൾക്കുള്ള അഡ്മിഷൻ സാധ്യത വളരെ കുറവായിരിക്കും എന്നുള്ള കാര്യം കൂടെ ഇവിടെ നിങ്ങൾ ചേർത്ത് മനസ്സിലാക്കുക. ഇത്തരത്തിൽ നിങ്ങളുടെ ഇൻഡെക്സ് മാർക്കും നിങ്ങളുടെ അഡ്മിഷൻ സാധ്യതയും ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇത്തരത്തിൽ നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കില്ല എന്ന് ഉറപ്പായി കഴിഞ്ഞാൽ നിങ്ങൾ നഴ്സിംഗ് തന്നെ പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ നമ്മുടെ കേരളത്തിന് പുറമെ കർണാടക, തമിഴ്നാട് സ്റ്റേറ്റുകളിലെ നഴ്സിംഗ് സാധ്യതകൾ, അതുപോലെ തന്നെ ആന്ധ്രാപ്രദേശ്, തെലങ്കാന സംസ്ഥാനങ്ങളിലെ നഴ്സിംഗ് സാധ്യതകൾ നോക്കി അവിടെ തുടർന്ന് പഠിക്കാനുള്ള സാധ്യതകൾ ഏറ്റവും പെട്ടെന്ന് അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്നതായിരിക്കും നല്ലത്. അതുപോലെ തന്നെ അല്ലെങ്കിൽ മറ്റു ഓപ്ഷൻസ്, ചില വിദ്യാർത്ഥികൾ ഡിഗ്രിക്കൊന്നും രജിസ്റ്റർ പോലും ചെയ്തിട്ടുണ്ടാവില്ല. വിവിധ യൂണിവേഴ്സിറ്റികളുടെ UG രജിസ്ട്രേഷൻ സമയം കൂടിയാണിത്. നിങ്ങളെ ആ UG രജിസ്ട്രേഷനും കൂടെ ചെയ്തു വെക്കുന്നതായിരിക്കും നിങ്ങൾക്ക് ഒരു വർഷം നഷ്ടപ്പെടാതിരിക്കാനുള്ള ഏറ്റവും നല്ല പോം വഴി, സൊല്യൂഷൻ എന്ന് മനസ്സിലാക്കി വിദ്യാർത്ഥികൾ ഏറ്റവും പെട്ടെന്ന് അതിനുവേണ്ട കാര്യങ്ങൾ കൂടി ചെയ്യുക. ഇനി അഡ്മിഷൻ ഏകദേശം ഉറപ്പുള്ള വിദ്യാർത്ഥികൾ കൂടി ഇത്തരത്തിലുള്ള രജിസ്ട്രേഷൻ കൂടി നടത്തുന്നത് നല്ലതായിരിക്കും. കാരണം അഡ്മിഷനെ നമുക്ക് അത്ര കണ്ടുകൊണ്ട് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. എത്രത്തോളം കോമ്പറ്റീഷൻ വരുമെന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട വിഷയം തന്നെയാണ്. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമന്റുകളായി ചോദിച്ചോളൂ. ഏറ്റവും പെട്ടെന്ന് ഏറ്റവും നല്ല രീതിയിൽ മറുപടി തരാൻ ശ്രമിക്കുന്നതാണ്. താങ്ക്